എല്ലാവർക്കും നമസ്കാരം. ഈ ക്വസ്റ്റ്യൻ സ്ഥിരം 6 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ ഓർമ്മ വരും. f(x) mod x ഫ്രയർ സീരീസ് എക്സ്പാൻഷൻ -π/π. മിക്കവാറും എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ കാണുന്ന ക്വസ്റ്റ്യനാണ്. പലരും ഇങ്ങനെ കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ നല്ലോണം പഠിച്ചില്ലെങ്കിൽ ഇത് കിട്ടത്തില്ല. സോ സിമ്പിളാണ്. mod xൻ്റെ ഡെഫിനിഷൻ പണ്ട് 10ാം ക്ലാസ്സിലും +2ലും പഠിച്ചത് ഇപ്പം 3-4 വർഷം കഴിഞ്ഞതുകൊണ്ട് പലരുടെയും മനസ്സിലുണ്ടാവത്തില്ല. അപ്പം ആ ഡെഫിനിഷൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു മൈന്യൂട്ട് പോയിന്റിലായിരിക്കും പലരും മിസ്സാവുന്നത് ഇവിടെ. അപ്പോൾ അത് വരരുത്. സിമ്പിളാണ് സംഭവം. ആ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് mod x എന്ന് പറഞ്ഞാൽ? mod x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ അല്ലേ. നമ്മൾ ഏത് നെഗറ്റീവ് ആയിട്ടുള്ള ഉത്തരം ഇതിനകത്ത് കൊടുത്താലും നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് ആയിരിക്കും. ഫ്രം ദാറ്റ് ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് ദ ഡെഫിനിഷൻ ഓഫ് മോഡുലസ് ഫംഗ്ഷൻ f(x) mod x എന്ന് പറയുന്നത് x if x greater than or equal to 0 and -x if x less than 0. So this is the definition of modulus function. f(x) x if x greater than or equal to 0 and -x if x less than 0. ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ ഫോർമുല f(x) a0/2 പ്ലസ് സിഗ്മ n equal to 1 to infinity an cos n pi x by L plus pn sin n pi x by L. ഓക്കെ, വേണ്ട ഇവിടെ ബ്രാക്കറ്റ് ഇടണം കേട്ടോ. ഒരു കാര്യം ഇപ്പോഴേ എടുത്ത് പറയാം, ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഫോർമുലയുടെ മാർക്ക് കിട്ടത്തില്ല. കാരണം എന്താ, അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സിഗ്മ എന്ന് പറയുന്നത് ഈ 2 പേർക്കും അവകാശപ്പെട്ടതാണ്. സപ്പോസ് ഈ ഒരു ബ്രാക്കറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിഗ്മ ഇതിന് മാത്രം അവകാശപ്പെട്ടെന്നാണ് മാത്തമാറ്റിക്സിൻ്റെ ഭാഷയിൽ അർത്ഥം അല്ലേ. അതുകൊണ്ടാണ് ഒന്നില്ലെങ്കിൽ ഈ സിഗ്മ 2 പേർക്കും കൊടുക്കുക ബ്രാക്കറ്റ് ഇടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ സിഗ്മ ഇട്ടിട്ട് ഈ ബ്രാക്കറ്റ് നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം കേട്ടോ. അല്ലെ ഫോർമുല തന്നെ മാറിപ്പോവും. ഒരു മാർക്ക് വെറുതെ കിട്ടുന്നത് അങ്ങ് പോയി കിട്ടും. അത് ശ്രദ്ധിക്കല്ലേ, ബാക്കി ശരിയാണെങ്കിൽ പോലും. സോ സംഭവം ഇത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഓരോന്നിൻ്റെ ഇക്വേഷൻ എഴുതുക. നമുക്ക് സമാധാനപരമായിട്ട് ചെയ്താൽ മതി. ഓരോന്നിൻ്റെ ഇക്വേഷനൊക്കെ എഴുതണം. a0 എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഓരോ പ്രോബ്ലത്തിലും ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ കുറേ കൂടെ അങ്ങ് തറവാകും. a0 = 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L f(x) dx. an = 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L f(x) cos n pi x by L dx. bn = 1/L integral alpha to alpha plus 2L f(x) sin n pi x by L dx. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുലാസ്. ഇത് ഇത്ര എഴുതിയിടുമ്പോൾ 2 മാർക്ക് കിട്ടും. ഓക്കെ, വളരെ ഈസിയാണ് 2 മാർക്ക് മേടിക്കാൻ. അത് മിക്ക ടീച്ചേഴ്സും 2 മാർക്ക് തരും ഇത്രയും ഫോർമുല കാണുമ്പോൾ. ബാക്കി ചെയ്തെടുക്കുന്ന ഇൻ്റഗ്രേഷൻ പാർട്ട് ആണ് പലർക്കും വഴുതി പോകുന്നത് കയ്യിൽ നിന്ന്. അപ്പം അത് അങ്ങനെ വരരുത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്യണം. എങ്കിലും ഇത് കാണുമ്പോഴത്തേക്കിനും ഒരു 2 മാർക്ക് എല്ലാ ടീച്ചേഴ്സും തരാറുണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഫോർമുല പക്കയായിരിക്കണം. യെസ്, ഇനി L കണ്ടുപിടിക്കുക. L എന്ന് പറയുന്നത് എന്താണ്? b - a/2 -π/π ആണ്. അപ്പോൾ അല്ലേ π - -π/2. കഴിഞ്ഞ ദിവസം ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എന്താണ് വരിക? π + π/2 2π/2 2 ക്യാൻസൽ π. സോ എല്ലിൻ്റെ വില എന്താണ് കിട്ടുക? π. -π to π ആണെങ്കിൽ ഓർത്ത് വയ്ക്കുക. L π ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല മോഡിഫൈഡ് ആസ് f(x) അതിന് ഇക്വേഷൻ നമ്പർ 1 ഞാൻ എഴുതാൻ പോവാണേ. a0/2 പ്ലസ് സിഗ്മ n = 1 to infinity an cos n pi x by എല്ലിൻ്റെ പ്ലേസിൽ π പ്ലസ് bn sin n pi x by എല്ലിൻ്റെ പ്ലേസിൽ π. π cancel, π cancel. Okay, so therefore f(x) = a0/2 plus sigma n = bracket മറക്കരുത് 1 to infinity an cos nx plus bn sin nx. ഓക്കെ, ഈ പൈ കട്ടാകുമ്പോഴാണ് nx വരിക കേട്ടോ. സോ f(x) = a0/2 plus sigma n = 1 to infinity an cos nx plus bn sin nx. ഇതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ആദ്യം f(x) എഴുതണം, a0 എഴുതണം, an എഴുതണം, bn എഴുതണം,
എൽ കണ്ടുപിടിക്കണം. എല്ലിൻ്റെ വില എഫ് ഓഫ് എക്സിൽ കൊടുക്കണം. അത് സോൾവ് ചെയ്ത് കിട്ടുന്നത് ഇക്വേഷൻ നമ്പർ 1. ആ ഇക്വേഷൻ നമ്പർ 1ലാണ് നമ്മൾ എ നോട്ടും എ എന്നും ബി എന്നും കണ്ടുപിടിച്ചിട്ട് തിരിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ആവുക. ഇനിയിപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. എ നോട്ട് എ എൻ ബി എൻ. എ നോട്ട് എ എന്നും ബി എന്നും ഒക്കെ കണ്ടുപിടിക്കുമ്പോഴാണ് മോഡുലസിൻ്റെ ഡെഫിനിഷൻ്റെ അടിസ്ഥാന ധാരണ ആവശ്യം വരുന്നത്. അത് നമുക്ക് നോക്കാം. സോ അപ്പോൾ നമുക്കിനി ആരെയൊക്കെ കണ്ടുപിടിക്കണം? എ നോട്ട് കണ്ടുപിടിക്കണം, എ എൻ കണ്ടുപിടിക്കണം, ബി എൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന പരിപാടികളിലേക്ക് നമുക്ക് കയറാം. എ നോട്ടിൻ്റെ ഫോർമുല എന്താണ്? 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ എൽ പൈ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? സോ 1/π ഇൻ്റഗ്രൽ -π to π ആൽഫ ടു ആൽഫ പ്ലസ് 2L എന്ന് പറഞ്ഞാൽ -π to π ആണ്. എഫ് ഓഫ് എക്സ് ആരാണ്? മോഡ് എക്സ് ഡി എക്സ്. ശ്രദ്ധിച്ചിരിക്കുക. ഇനി മോഡുലസ് എന്ത് ഫംഗ്ഷൻ ആണോ നോക്കുക. മോഡുലസ് മനസ്സിൽ ഓർത്ത് വെക്കണം, അല്ലെ തന്നെ പണ്ട് തൊട്ടേ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. മോഡുലസ് ഇസ് എ വെൽ നോൺ ഓർ ഫേമസ് ഈവൻ ഫംഗ്ഷൻ. മോഡുലസ് എന്ന് പറയുന്ന ഒരു ഈവൻ ഫംഗ്ഷനാണ്. നമുക്ക് വെരിഫൈ ചെയ്യാൻ നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ് വരിക? മോഡുലസ് ഓഫ് മൈനസ് എക്സ്. മോഡുലസിനകത്ത് മൈനസ് വന്നാൽ അത് എന്താകും എന്നറിയാം? പോസിറ്റീവ് ആകും എന്നറിയാം അല്ലേ? മോഡുലസിൻ്റെ ഡെഫിനിഷൻ തന്നെയാണത്. മോഡ് എക്സ് കിട്ടും. മോഡ് എക്സ് എന്ത് തന്നെയാണ്? എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്താൽ എഫ് ഓഫ് എക്സ് കിട്ടിയാൽ ദെർഫോർ മോഡ് എക്സ് ഈസ് എന്താണെന്ന് പറയാം? ഈവൻ. മോഡ് എക്സ് എന്താണ്? ഈവൻ. സോ മോഡ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? -π to π എന്നുള്ളത് 2 × ഇൻ്റഗ്രൽ 0 to π എന്നാവും. ശരിയല്ലേ? 2 × ഇൻ്റഗ്രൽ 0 to π എന്നാവും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് മോഡുലസിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ 0യേക്കാൾ വലുതാണ് അല്ലേ? 0 മുതൽ π 3.14 ആണ്. അപ്പോൾ 0യേക്കാൾ വലുതാണ്. 0യിൽ നിന്ന് 3.14 വരെ. അപ്പോൾ 0യേക്കാൾ വലുതാണെന്ന് മനസ്സിലായി. 0യേക്കാൾ വലുതാണെങ്കിൽ ഉത്തരം എന്താണ്? മോഡ് എക്സ് എന്താണ്? എക്സ്. 0യേക്കാൾ ചെറുതാണെങ്കിൽ മോഡ് എക്സ് മൈനസ് എക്സ്. 0യേക്കാൾ വലുതാണെങ്കിൽ മോഡ് എക്സ് എന്താണ്? വെറും എക്സ്. 0യേക്കാൾ അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0. 0യേക്കാൾ വലുതാണെങ്കിൽ മോഡ് എക്സ് എന്താണ്? വെറും എക്സ്. അതാണ് പലർക്കും ഇവിടെ കിട്ടുന്നത്. പലരും ഇവിടം വരെയൊക്കെ നല്ല സന്തോഷമായിട്ടൊക്കെ എഴുതും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലൊന്നും എഴുതുകയോ ഈ മോഡ് എക്സ് ഒരു മോഡ് എക്സ് തന്നെ കൊടുക്കും. എന്ത് രസമല്ലേ അത്. പിന്നെ ഇനി അങ്ങനെ മോഡ് എക്സിൻ്റെ ഒക്കെ ഇൻ്റഗ്രൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? സ്പ്ലിറ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ട സംഭവം. പക്ഷെ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഡെഫിനിഷൻ അറിയാതെ വരുന്നതാണ് പലർക്കും ഇവിടാണ് സ്റ്റക്കായി പോകുന്നത്. ഓക്കെ, അങ്ങനെ സ്റ്റക്ക് ആവരുത്. മോഡ് എക്സ് എന്ന് പറയുന്നത് 0 to π ആയതുകൊണ്ട്, ലിമിറ്റ് 0 to π ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 വരെയാണ് മോഡ് എക്സ് എന്താണ്? വെറും എക്സ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഈ മോഡ് എക്സ് എന്താക്കണം? വെറും എക്സ് ആക്കണം, ഡി എക്സ്. ഓക്കെ, മറ്റേ സംഭവമൊക്കെ ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈവൻ ആണെങ്കിൽ ഹിയർ എഫ് ഓഫ് എക്സ് ഈവൻ ആണ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് പറയുന്ന 2 × ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? ഇതാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. സോ ഇപ്പോൾ എന്താണ് വരിക? 2/π എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? x²/2 ഓവർ ദ ലിമിറ്റ് 0 to π. സോ 2/π അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? എക്സിന് പൈ കൊടുക്കണം. π²/2 ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ -0 ആയതുകൊണ്ട് എഴുതണ്ട. 2 ക്യാൻസൽ, ഒരു പൈയും സ്ക്വയറും ക്യാൻസൽ. അപ്പോൾ ആൻസർ എന്താണ്? പൈ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ നോട്ടിൻ്റെ വാല്യൂ എന്ത് കിട്ടി? പൈ കിട്ടി. സൈഡിലൊന്ന് എഴുതിയിട്ടേക്കാം. എ നോട്ട് ഇസ് ഈക്വൽ ടു എന്താണ്? പൈ. എ നോട്ട് ഇസ് ഈക്വൽ ടു എന്താണ്? പൈ. ഓക്കെ, ഇനി എനിക്ക് ആര് വേണം? എ നോട്ടായി. ഇനി എ എന്നും വേണം, ബി എന്നും വേണം. അതിൻ്റെ പരിപാടി നോക്കാം. സോ അപ്പോൾ നമ്മൾ എ നോട്ട് കണ്ടുപിടിച്ചു. നമുക്കിനി എ എൻ കണ്ടുപിടിക്കണം, ബി എൻ കണ്ടുപിടിക്കണം. എ എന്നിൻ്റെ ഫോർമുല എന്താണ്? എ എൻ ഇസ് ഈക്വൽ ടു 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് nπx/L dx. സോ 1/L എന്ന് പറയുന്നത് പൈ. ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എന്താണ്? -π to π. എഫ് ഓഫ് എക്സ് എന്താണ്? മോഡ് എക്സ് കോസ് nπx/L എന്ന് പറയുന്നത് എന്താണ്? പൈ dx. പൈ ക്യാൻസൽ. സോ 1/π ഇൻ്റഗ്രൽ -π to π മോഡ് എക്സ് കോസ് nx dx. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക. എഫ് ഓഫ് ഈ മോഡ് എക്സ് എന്താണെന്നറിയാം? ഈവൻ ആണെന്നറിയാം. കോസ് എക്സ് ഈവൻ ആണെന്നറിയാം. ഈവൻ ഇൻറ്റു ഈവൻ ഈവൻ ആണെന്നറിയാം. ഈവൻ ആകുമ്പോൾ ആൻസർ എന്താണ് വരിക? 2 × ഇൻ്റഗ്രൽ 0 to π മോഡ് എക്സ് ഇൻറ്റു കോസ് nx അല്ലേ? മോഡ് എക്സ് ഇൻറ്റു കോസ് nx dx. സോ അതായത് 2
1 × 2 എന്ന് പറഞ്ഞാൽ 2, അതായത് 2/π ഇൻ്റഗ്രൽ 0 to π. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ mod x എഴുതേണ്ട ആവശ്യമില്ല, എക്സ് എഴുതിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ മുമ്പേ. 0 to π ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ mod x എന്താണ്? വെറും x ആണ്. അപ്പം ഇനി mod x വേണ്ട, വെറും x മതി. x ഇൻറ്റു എന്താണ്? cos nx dx. സോ 2/π ഇൻ്റഗ്രൽ 0 to π x ഇൻറ്റു cos nx dx. ഓക്കെ, സോ ഇതിനി എന്ത് ചെയ്യുക? യു വി റൂൾ ചെയ്യാം. 2/π ഇൻ്റഗ്രൽ 0 to π x ഇൻറ്റു cos nxന് എന്ത് ചെയ്യുക? യു വി റൂൾ ചെയ്യാം. u(v1 - u'(v2 + u'(v3) എന്നുള്ള റൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് an കണ്ടുപിടിക്കുന്ന പരിപാടി നോക്കാം. എന്താണ്? an = 2/π ഇൻ്റഗ്രൽ 0 to π x ഇൻറ്റു cos nx dx. ഓക്കെ, സോ യു എന്ന് പറയുന്നത് എക്സ് ആണ്, കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0, ഡെറിവേറ്റീവ് എടുത്ത് 0 ആക്കാൻ പറ്റുന്ന ആളാണ് എക്സ്. സോ 2/π u(v1), യു എന്ന് പറയുന്നത് എക്സ്, v1 എന്ന് പറയുന്ന cos nxൻ്റെ ഇൻ്റഗ്രൽ. cos nxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? sin nx/n മൈനസ് u' എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, v2 എന്ന് പറഞ്ഞാൽ sin nx/n-ൻ്റെ ഇൻ്റഗ്രൽ. sin nxൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos nx ബൈ ഒരു n വരും, ആ എന്നും ഈ എന്നും കൂടെ ചേർന്ന് എന്താവും? n². അല്ലേ, അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. nxൻ്റെ ഡെറിവേറ്റീവ് n കൊണ്ട് ഹരിക്കുമ്പോൾ ബൈ ഒരു n വരും, ഓൾറെഡി ഉള്ള n കൂടെ ചേർന്നിട്ട് എന്താവും? n² പ്ലസ് u', 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇനി അങ്ങോട്ട് എഴുതി പോകേണ്ട ആവശ്യമില്ല. ഓവർ ദ ലിമിറ്റ് എന്താണ്? 0 മുതൽ π വരെ. ഓക്കെ, സോ 2/π ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin nπ എന്താണ്? 0. അപ്പോൾ അത് എഴുതണ്ട. ഇനി ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. cos nπ, എക്സിന് പൈ കൊടുത്താൽ cos nπ എന്താണ്? -1/n ബൈ എന്തുകൊണ്ട്? n². അപ്പർ ലിമിറ്റായി മൈനസ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് പകരം എന്താണ്? 0. അപ്പോൾ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സൈൻ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. വേണ്ടേ? cos n0, cos 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ, cos 0 എന്ന് പറയുന്നത് 1 ആണ്, ബൈ എന്താണ്? n². ക്ലിയർ അല്ലയോ? cos 0 1 ആണ്, ബൈ എന്താണ്? n². ഇവിടെ 3 മൈനസ് വന്ന് കഥ മനസ്സിലായോ? ശ്രദ്ധിച്ചിരിക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പേ ഈ 2 മൈനസ് കൂടെ ചേർത്ത് വേണമെങ്കിൽ പ്ലസ് ആക്കാം. അപ്പോൾ ഇത്രയും കൺഫ്യൂഷൻ വരത്തില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പ്ലസ് ആക്കിയെന്ന് വിചാരിക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്ത കഥ എല്ലാവർക്കും മനസ്സിലായി. ഇത് പ്ലസ് തന്നെ, പ്ലസ് ആണെങ്കിൽ cos nπ -1/n/n². ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ വേണ്ടേ? sin 0 0 ആവും, cos 0 1/n². അതാണ് ഇത്രയേ ഉള്ളൂ കഥ. ഓക്കെ, ആ 2 മൈനസ് ചേർത്ത് പ്ലസ് ആക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ മതി. ഓക്കെ, സെറ്റാണ്. ഞാനത് പ്ലസ് ആക്കിയിട്ട് ചെയ്തപ്പോൾ എന്തെളുപ്പം അല്ലേ? sin nπ 0, cos nπ -1/n/n². ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin n0 എന്ന് പറയുന്നത് 0 ആണ്, cos n0 1 ആണ് അല്ലേ, cos 0 എന്ന് പറയുന്നത് 1 ആണ്, ബൈ എന്താണ്? n². ഓക്കെ, നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാം, അല്ലെങ്കിൽ ഒരു 1/n² പുറത്തെടുക്കാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ഒറ്റ ഫ്രാക്ഷൻ ആക്കാം. 2/π -1/n -1 ബൈ എന്താണ്? n². ഈ n² തൻ്റെ പൈയുടെ കൂടെ എഴുതുവാണേ. 2/π n² -1/n -1. ഓക്കെ, 2/π n² -1/n -1. ഇതാണ് എന്തെന്ന് പറയുന്നത്? an എന്ന് പറയുന്നത്. അപ്പോൾ an ഒന്ന് എഴുതി സൈഡിലിട്ടേക്കാം. an എന്ന് പറയുന്നത് 2/π n² -1/n -1. ഓക്കെ, അപ്പം an ആയിട്ടുണ്ട്. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? bn കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് bnൻ്റെ പരിപാടി നോക്കാം. സോ നമുക്കിനി bnൻ്റെ പരിപാടി നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, bn എന്തായിരുന്നു? bn = 1/L integral alpha to alpha plus 2L f of x into sin nπx/L dx. So 1/π integral -π to π f of x mod x ആണ്, sin nπx/L എന്ന് പറയുന്നത് എന്താണ്? π dx. π ക്യാൻസൽ, 1/π integral -π to π mod x sin nx dx. mod x ഈവൻ ഫംഗ്ഷനാണ്, സൈൻ ഓഡ് ഫംഗ്ഷനാണ്. ഈവൻ ഇൻറ്റു ഓഡ് ആണ്. ഓഡ് ആണെങ്കിൽ ആൻസർ എന്താണ്? 0. ഓക്കെ, സോ അപ്പോൾ bnൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, bnൻ്റെ വാല്യൂ എന്ത് കിട്ടി? 0.
ക്ലിയർ? ഇപ്പോൾ ലോജിക്ക് എല്ലാവർക്കും കത്തി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 1-2 പ്രോബ്ലംസ് ആയിട്ട് സെയിം ലോജിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബി എൻ എന്താണ്? 0 അല്ലേ? ബി എൻ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ എ നോട്ടായി, എ എൻ ആയി, ബി എൻ ആയി. ഈ എ നോട്ടിൻ്റെയും എ എന്നിൻ്റെയും ബി എന്നിൻ്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ് ഫൈനലായിട്ടുള്ള ഉത്തരം. സോ അപ്പോൾ ഞാൻ നമ്മുടെ എ നോട്ടിൻ്റെയും എ എന്നിൻ്റെയും ബി എന്നിൻ്റെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത് എഴുതാൻ പോവാണ് കേട്ടോ. സോ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? പൈ ബൈ 2, എ നോട്ടിൻ്റെ ഹാഫ് ഉണ്ട്, പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എന്നിൻ്റെ പ്ലേസിൽ 2 by പൈ എൻ സ്ക്വയർ മൈനസ് 1 raised to n മൈനസ് 1 കോസ് എൻ എക്സ്. ബി എൻ 0 ആണ്, അപ്പോൾ 0 into sin nx എഴുതേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ദി റിക്വയർഡ് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓർ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. എക്സ്പാൻഷൻ അല്ല, എക്സ്പാൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിഗ്മയ്ക്ക് വാല്യൂസ് കൊടുത്തെഴുതണം. ഓക്കെ, സിഗ്മയ്ക്ക് ഇപ്പോൾ എക്സ്പാൻഷൻ എന്ന് പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ എഴുതണം. സിഗ്മയ്ക്ക് 1 2 3 കൊടുത്ത് ചുമ്മാ എന്ന് എഴുതിയാൽ മതി. ഇവിടം വരെ എഴുതിയാലും എല്ലാവരും ഫുൾ മാർക്ക് തരും. ഇവിടം വരെ കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. സോ എന്നിന് 1 കൊടുത്താൽ 2 by പൈ 1 സ്ക്വയർ മൈനസ് 1 raised to 1 മൈനസ് 1 കോസ് എക്സ്, പ്ലസ് എന്നിന് 2 കൊടുത്താൽ 2 by പൈ 2 സ്ക്വയർ മൈനസ് 1 raised to 2 മൈനസ് 1 കോസ് 2x, പ്ലസ് എന്നിന് 3 കൊടുത്താൽ 2 by പൈ 3 സ്ക്വയർ മൈനസ് 1 raised to 3 മൈനസ് 1 കോസ് 3x. ഓക്കെ, അങ്ങനെ 3 എഴുതി പ്ലസ് എക്സെട്ര ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ എക്സ്പാൻഷൻ എന്നുള്ളതിൻ്റെ സംഭവമായി. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ എഴുതിയാൽ മതി. ഇനി എക്സാമിന് റെപ്രസെൻറ്റേഷൻ ആണ് സാധാരണ ചോദിക്കാറ്. എക്സ്പാൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വാല്യൂസും കൂടെ കൊടുത്തിട്ട് എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇൻ്റർവെൽസ് സ്പ്ലിറ്റാക്കി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 100% പരീക്ഷയ്ക്ക് നിങ്ങൾ 100% കാണുന്നതാണ്, പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഈ ഓഡ് ഈവൻ കൺസെപ്റ്റ് ഉപയോഗിക്കാൻ എല്ലായിടത്തും പറ്റത്തില്ല. വളരെ റെയർ കേസുകളിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഒരു ഫംഗ്ഷൻ ഓഡ് ഈവൻ ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ വേണം. ഇവിടെ തന്നെ 0 1 എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻ അല്ല, നമ്പേഴ്സ് ആണ്. അപ്പോൾ തന്നെ ഓഡ് ഈവൻ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നെയ്തർ ഓഡ് ഈവൻ ഫംഗ്ഷനാണ്, ഓഡ് നമ്പർ അല്ല കേട്ടോ. ഈ നമ്പർ വെച്ച് കമ്പയർ ചെയ്യല്. ഇപ്പം ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറയുന്നത് ഈവൻ ആണ്, ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറയുന്നത് ഓഡാണ് അല്ലേ? പക്ഷേ നിങ്ങൾ പലരും ഇങ്ങനെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. 2 ഒരു ഈവൻ നമ്പറാണ്, 3 ഒരു ഓഡ് നമ്പറാണ്. ഇങ്ങനെ 2 × 3 6 ആണ്, 6 ഈവനാണ്. അങ്ങനെയാണെങ്കിൽ ഈവൻ ഇൻറ്റു ഓഡ് ഈവൻ ആയിരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കുക, പൊട്ടത്തെറ്റാണ്. നമ്പേഴ്സ് അല്ല, ഫംഗ്ഷൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈവൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷനാണ് അല്ലേ? നമ്മൾ അങ്ങനല്ലേ പഠിച്ചേക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഓഡ് ഈവൻ കൺസെപ്റ്റ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് ഇൻ്റർവെല്ലിൽ സ്പ്ലിറ്റ് ആവുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ്റർവെല്ലിൽ അപ്പോൾ നമ്മൾ ഓഡ് ഈവൻ ആ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഓഡ് ഈവൻ്റെ അഡ്വാൻറ്റേജ് ഒരെണ്ണം നമുക്ക് പെട്ടെന്ന് 0 ആണെന്ന് പറയാം അല്ലേ? ഒരു ഉത്തരം പെട്ടെന്ന് 0 ആണെന്ന് പറയാം. മറ്റേത് നമ്മൾ ചെയ്ത പോലെ ചെയ്താലും കുറേ സ്റ്റെപ്പ് കഴിയുമ്പോൾ 0 കിട്ടും, എങ്കിലും പെട്ടെന്ന് 0 എന്ന് പറയാം ഓഡ് ഈവൻ കൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എടുത്താൽ. ഈ ടൈപ്പ് ഇൻ്റർവെല്ല് സ്പ്ലിറ്റ് ആക്കി തരുന്ന പ്രോബ്ലത്തിലോ നമ്പറുകൾ തരുന്ന പ്രോബ്ലത്തിലോ ഒന്നും നമുക്ക് ഓഡ് ഈവൻ ചെക്ക് ചെയ്യേണ്ട. നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോർമുല തന്നെ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇൻ്റർവെല്ല് സ്പ്ലിറ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം ലോവർ ആയിട്ടുള്ള ലിമിറ്റും അപ്പർ ആയിട്ടുള്ള ലിമിറ്റും നോക്കുക. ഏറ്റവും ചെറിയ വാല്യൂ -π, അവിടുന്ന് 0 വരുന്നു, 0 നിന്ന് പിന്നെ പൈയിലേക്ക് പോകുന്നു അല്ലേ? ഏറ്റവും ചെറുത് -π. അപ്പോൾ a, b എന്നുള്ളത് എന്താണ് വരിക? ഏറ്റവും ചെറുത് -π, ഏറ്റവും വലുത് π. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർവെല്ല്. എന്തിനാ ഇത് ഫസ്റ്റിൽ എഴുതണം? ഇത് ഫസ്റ്റിൽ എഴുതി വെക്കണം, എന്നിട്ട് L അങ്ങ് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ടെൻഷൻ ഒഴിവാക്കാം. L എന്ന് പറയുന്നത് എന്താണ്? b - a/2, π - -π/2, π + π/2, 2π/2 π അല്ലേ? സോ L അങ്ങ് ആദ്യമേ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വയ്ക്കുക. ക്ലിയർ? ഇനിയിപ്പം L കണ്ടുപിടിച്ച് വെച്ചാൽ അത്രയും ടെൻഷൻ ഒഴിവായി. ഇനിയിപ്പം നമ്മുടെ ഫോർമുല എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണ്? a0/2 പ്ലസ് സിഗ്മ n = 1 to ഇൻഫിനിറ്റി an കോസ് nπx/L പ്ലസ് bn സൈൻ nπx/L. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. a0 എന്താണ്? 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് dx. an എന്താണ്? 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് nπx/L
dx. bn എന്താണ്? 1/l ഇൻറ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l f of x ഇൻറ്റു സൈൻ n pi x ബൈ എൽ dx. ഓക്കെ, ഇതാണ് എ നോട്ട് എ എൻ ബി എന്നിൻ്റെയൊക്കെ വാല്യൂസ്. നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ഇതൊന്നും എഴുതി വെക്കുന്നതാണ്. ഫോർമുലയുടെ മാർഗ്ഗം ആദ്യമേ തന്നെ മേടിച്ചെടുക്കണം നമുക്ക്. ഇനി സപ്പോസ് ഇന്നേ കേസ് നമ്മൾ മനുഷ്യരാണ്, മിസ്റ്റേക്സ് വരാം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ആദ്യമേ ഈ ഒരു 2 സ്റ്റെപ്പിൻ്റെ മാർഗ്ഗം മേടിച്ചിട്ടേ ബാക്കി പരിപാടി നോക്കാവുള്ളൂ. ഓക്കെ, സോ നമ്മുടെ അടുത്ത ജോലി എന്താണ്? എല്ല് കൊടുത്തിട്ട് എഫ് ഓഫ് എക്സ് എഴുതാം. ഓക്കെ, എല്ല് കൊടുത്ത് എഴുതാം. ഇതെല്ലാം നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ്. ഇനി മനസ്സിൽ രണ്ടെണ്ണം ഇതുവരെയുള്ളതെല്ലാം എഴുതി. ഇനി മനസ്സിൽ എല്ലിന് പൈ കൊടുക്കണം. പൈ കട്ടായാൽ എൻ എക്സ് പ്ലസ്, ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും നിങ്ങൾ ഇട്ടോണേ, ബി എൻ സൈൻ എൻ എക്സ് അല്ലേ. എല്ലിന് പൈ കൊടുത്താൽ പൈ കട്ടായാൽ എൻ എക്സ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ്. ഓക്കെ, സോ ഇത് ആണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൻ്റെ സഹായത്തോടു കൂടി വേണം നമ്മൾ എ എന്നും ബി എന്നും ഒക്കെ കണ്ടുപിടിച്ചിട്ട്, എ നോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് 1ലേക്ക് വന്ന് വേണം ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ. അപ്പോൾ നമുക്കിനി 1/1 ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യമേ എ നോട്ടിൽ നിന്ന് തുടങ്ങാം. ശ്രദ്ധിക്കണേ, എ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? എ നോട്ട് ഇസ് ഈക്വൽ ടു, ഫോർമുല എന്താണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, 1/l, അതായത് 1/π ഇൻ്റഗ്രൽ എ ടു ബി. ഇവിടെ നോക്കിയാൽ മതി -π to π. അതിനുവേണ്ടിയാണ് ഇത് ആദ്യം എഴുതി വെക്കാൻ പറയുന്നത്. ചിലരിങ്ങനെ -π to 0 അങ്ങനെ സ്പ്ലിറ്റ് ആക്കണം. എങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം -π to π ആണ് നമ്മുടെ ലിമിറ്റ് എന്നുള്ളതാണ്. -π to π ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് -π to π എന്ന് എഴുതിയാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, -π to πക്ക് നമുക്ക് നേരിട്ടൊരു ഒറ്റ ഉത്തരം ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഒറ്റ ഉത്തരവായിട്ടില്ല. -π to 0 വരെ ഒരു ഉത്തരം, 0 മുതൽ π വരെ അടുത്ത ഉത്തരം. ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്താ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണേ. ഒറ്റ ഉത്തരവായിട്ടുണ്ടെങ്കിൽ വേണ്ട ആ ഉത്തരം അങ്ങോട്ട് കൊടുത്താൽ മതി. ഒറ്റ ഉത്തരവായിട്ടില്ല, ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് കിടക്കുവാണെങ്കിൽ പലരും തെറ്റിക്കും. അത് തെറ്റിക്കാതിരിക്കാൻ ഇപ്പോഴേ പറയുകയാണ്, ലിമിറ്റ് ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് കിടക്കുവാണെങ്കിൽ ഒരു ബ്രാക്കറ്റ് കിട്ടണം. ബ്രാക്കറ്റിൻ്റെ കാര്യം ആദ്യം മറക്കരുത്. ഓക്കെ, 1/π മാറ്റി നിർത്തി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇനി ആ സ്പ്ലിറ്റായ ലിമിറ്റ് നോക്കുക. -π to 0 വരെ, -π to 0 വരെ എനിക്ക് ഉത്തരം എന്താണ്? 0 ആണ്. dx പ്ലസ് ഇൻ്റഗ്രൽ 0 മുതൽ π വരെ, 0 മുതൽ π വരെ എന്താണ്? 1 dx. ഇനിയിപ്പോൾ ലിമിറ്റ് കംപ്ലീറ്റ് ആണോ നോക്കിക്കേ. -π മുതൽ π വരെ കംപ്ലീറ്റ് ആയില്ലേ? -π മുതൽ π വരെ എക്കോമബി സംഗതി സക്സസ് ആണ്, ക്ലിയർ ആണ്. 1/π, 0യുടെ ഇൻ്റഗ്രൽ 0 തന്നെ, 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ഓവർ ദ ലിമിറ്റ് എന്താണ്? 0 to π. ഓക്കെ, സോ 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് π കൊടുക്കണം. π ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ പൈയും വെട്ടും, ആൻസർ എന്താണ്? 1. സോ 1 ആണ് എന്തെന്ന് പറയുന്നത്? എ നോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? സോ എ നോട്ട് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1. എ നോട്ട് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കാനായിട്ട് ഇനി എ എന്നും വേണം, ബി എന്നും വേണം. നമുക്കിനി അതിൻ്റെ പരിപാടികൾ നോക്കാം. സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്താണ്? നമുക്ക് എ എൻ കണ്ടുപിടിക്കണം അല്ലേ? എ എന്നിൻ്റെ ഫോർമുല എന്താണ്? എ എൻ ഇസ് ഈക്വൽ ടു 1/l ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by l dx അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/l എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ കണ്ടുപിടിച്ചായിരുന്നു. l എന്തായിരുന്നു? പൈ ആയിരുന്നു അല്ലേ? സോ 1/π ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l a to b a to b എന്ന് പറയുന്നത് -π to π ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സ്പ്ലിറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? സ്പ്ലിറ്റഡ് ആയിട്ട് കിടക്കുമ്പോൾ -π മുതൽ 0 വരെ എഫ് ഓഫ് എക്സ് 0 ആണ്. ബാക്കി കോസ് n pi x ബൈ എല്ലിൻ്റെ പ്ലേസിൽ π dx പ്ലസ് ഇനി 0 മുതൽ π വരെ 1 ആണ്. ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കണം. 1 ഇൻറ്റു കോസ് n pi x ബൈ എല്ലിൻ്റെ പ്ലേസിൽ π dx. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ്ലി എന്തായി? 0 ആയി. ഇത് ഡയറക്റ്റ്ലി 0 ആയി. ശരിയല്ലേ? 0 ഇൻറ്റു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഈ ഒരു ടേം ഡയറക്റ്റ്ലി എന്തായി? 0 ആയി. ഇനി എനിക്ക് ഈ ടേമിന് മാത്രം എന്ത് നോക്കിയാൽ മതി? ആൻസർ നോക്കിയാൽ മതി. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു
1/π ഇൻ്റഗ്രൽ 0 to π 1 into cos nπx. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? പൈയും പൈയും ക്യാൻസൽ ചെയ്യാം അല്ലേ? പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക, കോസ് nx അല്ലേ? കോസ് nx dx ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1/π ഇൻ്റഗ്രൽ 0 to π കോസ് nx dx. സോ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? കോസ് nxൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു an ഇസ് ഈക്വൽ ടു 1/π കോസ് nxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ nx ബൈ n അല്ലേ? nxൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള n കൊണ്ട് ഹരിക്കണമെന്നറിയാം. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ പൈ വരെ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്തോളൂ. 1/π അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ nπ അല്ലേ? എക്സിന് പൈ കൊടുത്താൽ സൈൻ nπ 0 ആണ്, മൈനസ് സൈൻ 0 0 ആണ്. അതായത് 1/π ഇൻറ്റു 0 വരും. ആൻസർ എന്താണ്? 0. സോ അപ്പോൾ നമുക്ക് an എന്ത് കിട്ടി? an ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 അല്ലേ? an ഇസ് ഈക്വൽ ടു 0. ഇനി അടുത്ത ആരുടെ പരിപാടി നോക്കാം? നമുക്ക് ഇക്വേഷൻ നമ്പർ 1 വേണ്ടിയിട്ട് എനിക്ക് bn കണ്ടുപിടിക്കണം. അതിൻ്റെ പരിപാടി നോക്കാം. സോ അപ്പോൾ നമ്മുടെ bn നമുക്ക് കണ്ടുപിടിക്കാം. bn കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? bn ഇസ് ഈക്വൽ ടു 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ nπx/L dx അല്ലേ? സോ 1/L എന്ന് പറയുന്നത് പൈ, ഇൻ്റഗ്രൽ സ്പ്ലിറ്റഡ് ആണ്. -π മുതൽ 0 വരെ എഫ് ഓഫ് എക്സിന് പകരം 0 കൊടുക്കണം. ബാക്കി സൈൻ nπx/L പകരം പൈ കൊടുക്കണം. dx പ്ലസ് ഇൻ്റഗ്രൽ 0 മുതൽ പൈ വരെ എഫ് ഓഫ് എക്സിന് 1 കൊടുക്കണം. എഫ് ഓഫ് എക്സിന് 1 കൊടുക്കണം. ബാക്കി സൈൻ nπx/L പകരം പൈ കൊടുക്കണം. dx പൈ ക്യാൻസൽ, പൈ ക്യാൻസൽ, 0 ഇൻറ്റു എന്ന് പറഞ്ഞത് കൊണ്ട് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ്ലി എന്തായി? 0 ആയി. ഇനി ഇത് മാത്രം നോക്കിയാൽ മതി അല്ലേ? സോ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π സൈൻ, ഇവിടെ പൈ കട്ടായാൽ ബാക്കി nx സൈൻ nx dx. സോ 1/π സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് nx ബൈ n ഓവർ ദ ലിമിറ്റ് 0 to π. സോ 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് വരിക? മൈനസ് കോസ് nπ എന്ന് പറഞ്ഞാൽ -1/n ബൈ n മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ എക്സിന് 0 കൊടുക്കണം അല്ലേ? അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. കോസ് 0 1 ആകും. ബൈ എന്താണ്? n. ഈ രണ്ട് മൈനസുകൾ ചേർത്ത് എന്താക്കാം? പ്ലസ് ആക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സംഭവമാണ്. സോ എന്താണ് ആൻസർ വരിക? ഒരു 1/π മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് ആദ്യം എഴുതാം. 1 മൈനസ് -1/n ബൈ എന്ത് കിടപ്പുണ്ട്? n. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ bn അല്ലേ? bn എന്ന് പറയുന്നത് 1/π ഇൻറ്റു 1 മൈനസ് -1/n ബൈ എന്താണ്? n. സോ bn കിട്ടി അല്ലേ? bn ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു 1 മൈനസ് -1/n ബൈ n. ഓക്കെ, സോ ദിസ് ഈസ് അവർ bn. അപ്പോൾ a0 an ആയി bn ആയി. ഈ വാല്യൂസ് എല്ലാം കൂടെ കൊണ്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച a0ഉം an-ഉം bn-ഉം ഒക്കെ ഞാൻ എവിടെ കൊടുക്കാൻ പോവാണ്? ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് എന്താണ് വരിക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 1/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. an എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം 0 ആയിപ്പോവും അല്ലേ? ഈ ഒരു ടേം 0 ആയിപ്പോവും. ബാക്കി എന്താണ്? പ്ലസ് bn എന്ന് പറയുന്നത് 1/π. ഇവിടെ n ഞാൻ പൈയുടെ കൂടെ ഇറക്കുവാണ്. πn ഇൻറ്റു 1 മൈനസ് -1/n. ബാക്കി എന്താണ് വരിക? സൈൻ nx അല്ലേ? സൈൻ nx. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? റിക്വയർഡ് ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1/πn ഇൻറ്റു 1 മൈനസ് -1/n സൈൻ എക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. Until then, tata, bye bye, see you.